London, it is one of the most beautiful places in the world, but at the same time, it is an expensive place to live in, especially during the time of inflation. എല്ലാ വർഷവും അനേകം ആൾക്കാരാണ് ലണ്ടനിലേക്ക് കുടിയേറി താമസിക്കുന്നത്. ഒരു ജോലിക്കാര്യത്തിനായിക്കോട്ടെ, സ്റ്റുഡൻറ് വിസയിൽ വരുന്ന കുട്ടികളായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കരിയർ പ്രോഗ്രഷനിലേക്ക് മറ്റൊരു സിറ്റിയിൽ നിന്ന് ലണ്ടനിലേക്ക് വരുന്നവരായിക്കോട്ടെ, ഇങ്ങനെ വരുന്ന ഓരോരുത്തരുടെയും മനസ്സിലൊരു ചോദ്യം ഉണ്ടാവും, എത്രയായിരിക്കും ലണ്ടനിലെ ഒരു മാസത്തെ ചെലവെന്ന്. ഇനി അതോർത്ത് ആരും വിഷമിക്കണ്ട. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇത്തരത്തിലൊരു വീഡിയോ ആയിട്ടാണ്. എത്രയാണ് ലണ്ടനിലെ ഒരു മാസത്തെ ചെലവ്? കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻ UK, സ്പെഷ്യലി ഇൻ ലണ്ടൻ. നിങ്ങൾ UK വരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായ അനേകം കരിയർ വീഡിയോസ് ഈ ചാനലിൽ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അധികം മുഷിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. When we talk about a cost of living, a rent takes a major share. So if you want to live in the center of the London, which is called Zone 1, the rent is very expensive. But if you want to move away from the London, like Zone 2, Zone 3, Zone 4 and Zone 5, Zone 6, the rent becomes less expensive. But at the same time, if you move away from London, you can't really enjoy the London life. സോ റെൻറ്റിങ്ങിന് ഇവിടെ ഒത്തിരി ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്ലാറ്റ് ഷെയർ തന്നെ നിങ്ങൾക്ക് ധാരാളമാണ്. നിങ്ങളുടെ ബിൽസ് എല്ലാം താരതമ്യേന നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും ആ വഴി. അപ്പോൾ സോൺ 1 അല്ലെങ്കിൽ സോൺ 2 നിങ്ങളുള്ളതെങ്കിൽ ഈ റെൻറ്റിംഗ് വിൽ കോസ്റ്റ് യു അറൗണ്ട് 900 to 1100 pounds. ഇനി നിങ്ങൾ സോൺ 3 4 5 ആണെങ്കിൽ നിങ്ങളുടെ റെൻറ്റ് റേറ്റ് താരതമ്യേന വളരെ കുറവായിരിക്കും. അതായത് ഒരു 650 to 850 pounds ആയിരിക്കും നിങ്ങൾക്ക് മാസം വരുന്ന റെൻറ്റ് റേറ്റ്. നിങ്ങളൊരു ഫ്ലാറ്റ് ഷെയർ ആണ് എടുക്കുന്നതെങ്കിൽ. പക്ഷേ ഫ്ലാറ്റ് ഷെയറിന് ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കധികം പ്രൈവസി ഉണ്ടാവില്ല. നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു ബാത്റൂം ഉണ്ടാവില്ല, നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു കിച്ചൺ ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഒരു ലിവിങ് റൂം ഉണ്ടാവില്ല. ഓൺലി യു വിൽ ഗെറ്റ് എ ബെഡ്റൂം. അതാണ് ഫ്ലാറ്റ് ഷെയർ. എന്നാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ പ്രൈവസി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ യു ക്യാൻ ഓപ്റ്റ് ഫോർ എ സ്റ്റുഡിയോ ഫ്ലാറ്റ്. സ്റ്റുഡിയോ ഫ്ലാറ്റ് എന്ന് പറയുമ്പോഴേക്കും ലണ്ടനിലെ ഒരു സോൺ 1 and 2 നിങ്ങളൊരു സ്റ്റുഡിയോ ഫ്ലാറ്റ് റെൻ്റ് എടുക്കുന്നതെങ്കിൽ ഇറ്റ് വിൽ കോസ്റ്റ് യു അറൗണ്ട് 1200 to 1500 pounds. ക്യാൻ ബി ക്വൈറ്റ് എക്സ്പെൻസീവ് അല്ലേ? എന്നാൽ ഇത് തന്നെ നിങ്ങൾ കുറച്ച് ലണ്ടനിൽ നിന്ന് കുറച്ച് മാറി സോൺ 3 സോൺ 4 സോൺ 5 ആണ് റെൻ്റ് എടുക്കുന്നതെങ്കിൽ ഇറ്റ് വിൽ കോസ്റ്റ് യു അറൗണ്ട് 800 to 1200. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു കിച്ചൺ, സ്വന്തമായിട്ട് ഒരു ബാത്റൂം, ഒരു ലിവിങ് റൂം എല്ലാം അവൈലബിൾ ആയിരിക്കും. പക്ഷേ ഇറ്റ് വിൽ നോട്ട് ബി സെപ്പറേറ്റഡ് ബൈ എനി ഡോർസ്. സ്റ്റുഡിയോ ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഒരു ബിഗ് റൂമിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും. കിച്ചൺ ആയിക്കോട്ടെ, ലിവിങ് റൂം ആയിക്കോട്ടെ, ബാത്റൂം മാത്രം ചിലപ്പോൾ ഒരു ഡോർ വെച്ച് സെപ്പറേറ്റഡ് ആയിരിക്കും. നിങ്ങൾ ഫാമിലിയായിട്ട് വരാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കൊരു 1 bedroom ഫ്ലാറ്റ് ആയിരിക്കും ദി ബെസ്റ്റ് ചോയ്സ്. ബട്ട് മേക്ക് ഷുവർ നിങ്ങൾ ഒരു റിസപ്ഷൻ ഉള്ള ഒരു 1 bedroom ഫ്ലാറ്റ് എടുക്കാനായിട്ട് ഓർക്കുക എപ്പോഴും. റിസപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ലിവിങ് റൂമിനെ തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. സോ ആ റൂം നിങ്ങൾക്കൊരു സെക്കൻഡ് ബെഡ്റൂമായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. സോ ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്, ഈ സ്റ്റുഡിയോ ഫ്ലാറ്റിൻ്റെ കോസ്റ്റ് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, ഒരു എക്സ്ട്രാ ഒരു 100 pounds അല്ലെങ്കിൽ ഒരു 200 pounds ആണ് മാക്സിമം നിങ്ങൾക്ക് ചിലവായിട്ട് വരിക. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഹൗസ് റെൻറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ നിങ്ങൾക്ക് മണി സേവ് ചെയ്യാൻ പറ്റും എന്നാണ്. സോ ദർ ഈസ് എ വെബ്സൈറ്റ് കോൾഡ് ഓപ്പൺ റെൻറ്റ്. ഇത് ഹൗസ് റെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ലാൻഡ് ഓണേഴ്സ് അവരുടെ ഹൗസസ് ഡയറക്റ്റ്ലി ചീപ്പർ റേറ്റിൽ പോസ്റ്റ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്ക് വേറെ ഏജൻസീസ് ഒന്നും ഉണ്ടാവില്ല. സോ ഏജൻസീസിൽ പോകുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്കൊരു ഹയർ റേറ്റ് ആണ് കാണിക്കുന്നതെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 100 pounds അല്ലെങ്കിൽ ഒരു 150 pounds കുറഞ്ഞ ഒരു മന്ത്ലി റെൻറ്റ് റേറ്റ് ആയിരിക്കും ലാൻഡ് ലോഡ്സ് അവരുടെ വീടുകൾക്ക് ഈ വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്യുന്നത്. സോ ഈ വകയിൽ തന്നെ നിങ്ങൾക്ക് ഒത്തിരി പൈസ സേവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി നമുക്ക് ഞങ്ങളുടെ റെൻറ്റ് റേറ്റ് എത്രയാണെന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഞങ്ങൾ ലണ്ടനിലെ സോൺ 6 താമസിക്കുന്നത്. ഞങ്ങളൊരു 1 bedroom ഫ്ലാറ്റ് ആണ് റെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് കോസ്റ്റ് അറൗണ്ട് 1000 pounds പെർ മന്ത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കാം, സോൺ 6 ഞങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും എക്സ്പെൻസീവ് ആവുന്നതെന്ന്. ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഞങ്ങൾ ഹോസ്പിറ്റലിന് തൊട്ടടുത്താണ് താമസിക്കുന്നത്.
ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് കുറച്ച് മാറിയാണ് ഞങ്ങൾ ഈ ഫ്ലാറ്റ് റെൻ്റ് എടുത്തിരുന്നെങ്കിൽ ഒരിക്കലും ഞങ്ങൾക്ക് ഇത്രയും എക്സ്പെൻസ് ആവില്ല. നമുക്ക് ട്രാവൽ ചെയ്യാൻ ഈസി ആയിട്ട് ഞങ്ങൾ അങ്ങനെ അടുത്തെടുത്തുവെന്നേ ഉള്ളൂ. ബട്ട് സോൺ 6ലേക്കും സോൺ 7ലേക്കും ഒക്കെ വരുന്തോറും ആക്ച്വലി വളരെ ലോവർ ആയിരിക്കും റെൻറ്റ് റേറ്റ് വരിക. റെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു വലിയ തുക വരുന്നത് യൂട്ടിലിറ്റി ബിൽസിനാണ്. യൂട്ടിലിറ്റി ബിൽസ് എന്ന് പറയുമ്പോൾ അതിൽ ഇലക്ട്രിസിറ്റി ബില്ല് വരും, വാട്ടർ ബില്ല് വരും, കൗൺസിൽ ടാക്സ് വരും, നിങ്ങൾ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഗ്യാസിൻ്റെ ചാർജ് വരും, അങ്ങനെ അനേകം ചാർജുകൾ വരുന്നുണ്ട്. ഇത് ഓരോന്നും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ പെർ മന്ത് കൗൺസിൽ ടാക്സ് 150 പൗണ്ടാണ് പേ ചെയ്യുന്നത്. അത് നമ്മൾ ഈ കൗൺസിലിൽ താമസിക്കുന്നതിന് നമ്മൾ കൊടുക്കുന്ന ടാക്സ് ആണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് വാട്ടർ ബില്ലാണ്. വാട്ടർ ബിൽ ഇറ്റ് കോസ്റ്റ് അറൗണ്ട് 37 പൗണ്ട്സ് ആണ് പെർ മന്ത്. അത് നമ്മളുടെ പ്രൊവൈഡർ ആരാണോ അതിനനുസരിച്ച് നമ്മളുടെ ബിൽസിൽ ചെറിയൊരു വേരിയേഷൻ വരും. പിന്നെ ഇലക്ട്രിസിറ്റി ബില്ല്, അതിൻ്റെ കാര്യം ഇപ്പോൾ പറയേ വേണ്ട. ആഫ്റ്റർ ബ്രെക്സിറ്റ് ഇലക്ട്രിസിറ്റി ബില്ല് ഇങ്ങനെ ഉയർന്നു പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. ഫോർ എസ് ഞങ്ങൾ പേ ചെയ്യുന്നത് നിയർലി 175 പൗണ്ട്സ് ആണ് പെർ മന്ത്. അത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മളുടെ പ്രൊവൈഡർ ആരാണോ അതിനെ ബേസ് ചെയ്തിരിക്കും. പിന്നെ ഗ്യാസ്, ഞങ്ങളുടെ വീട്ടിൽ ആക്ച്വലി ഞങ്ങൾ ഗ്യാസ് ഉപയോഗിക്കുന്നില്ല. ഞങ്ങൾക്ക് ഇൻഡക്ഷൻ സ്റ്റൗ ആണുള്ളത്. സോ അതും ഇലക്ട്രിസിറ്റി ചാർജിലാണ് പോകുന്നത്. അല്ല, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഗ്യാസ് ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഗ്യാസ് ഹീറ്റിംഗ് ഉള്ള വ്യക്തിയാണെങ്കിലും നിങ്ങൾ ഗ്യാസിനും ഒരു പെർട്ടിക്കുലർ എമൗണ്ട് പേ ചെയ്യേണ്ടതാണ്. സോ ഇതെല്ലാം കൂടെ കൂടിയതായിരിക്കും നിങ്ങളുടെ യൂട്ടിലിറ്റി ബില്ല്. Talking about the transport in London, Londoners actually prefer tube, which is like metro in India, which is very reliable and very frequent service around the clock. Per trip it will usually cost around 2.5 pound from traveling zone 1 to zone 3. The same way they prefer bus service as well, because it is very frequent and it is cheaper as well. I think it's around 1.5 pound to travel around the London. If you want to travel around Thames, you can also use Uber boats. While you travel, the scene is breathtaking. People actually enjoy watching it. Also, you can use bicycle to travel to work. If you don't have one, don't worry about it. There are many places where you can rent bicycle. Countries like UK and other European countries promote using bicycle to protect the environment. Our transportation expenses is around 120 pound a month. It's because we usually walk to work and we use our car only to visit our friends and see places. It was actually around 70-80 pound like 2-3 months ago, but now because the price of petrol is going up and up and up, I think last month we ended up paying around 120 pound for our travel expense. If you are the one who is going to use a public transport, I have a money saving tip for you. It is nothing other than getting a bus or train pass, which actually saves you a lot of money in the long run. അടുത്തതായിട്ട് ഗ്രോസറീസിന് വേണ്ടി എത്രയാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ആസ് എ കപ്പിൾ ഞങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് നിയർലി 250 പൗണ്ട്സ് ആണ്. സോ നമ്മുടെ നാട്ടിലെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒന്നും ഇവിടെ ബ്രിട്ടീഷ് സ്റ്റോഴ്സിൽ എപ്പോഴും അവൈലബിൾ ആയിരിക്കണമെന്നില്ല. സോ നമ്മൾ കൂടുതലും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നത് ലണ്ടനിലെ ഇന്ത്യൻ സ്റ്റോഴ്സിൽ നിന്നാണ്. ആൻഡ് ഇറ്റ് വിൽ കോസ്റ്റ് us അറൗണ്ട് 100 പൗണ്ട്സ്. പിന്നെ മറ്റ് നിത്യോപയോഗ സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടുത്തെ ബ്രിട്ടീഷ് സ്റ്റോഴ്സിൽ നിന്നും ആണ് മേടിക്കാറുള്ളത്. അതുപോലെയുള്ള അടുത്തുള്ള കൺവീനിയൻസ് സ്റ്റോഴ്സിൽ നിന്നും മേടിക്കാറുണ്ട്. സോ ഓൾ ടുഗദർ നമുക്കാവുന്നത് 250 പൗണ്ട്സ് ആണ് പെർ മന്ത്. പിന്നെ നിങ്ങളുടെ ഗ്രോസറി പ്രൈസ് എൻറ്റയർലി ഡിപ്പെൻഡ്സ് അപ്പോൺ വേർ യു ആർ ഷോപ്പിംഗ് ഫ്രം. ഇപ്പോൾ ഞങ്ങൾ സാധാരണ ഇവിടെ നിന്ന് മേടിക്കുന്നത് ടെസ്കോ, മോറിസൺ തുടങ്ങിയ കടകളിൽ നിന്നാണ്. ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിൽ M&S പോലുള്ള കടകളിൽ നിന്ന് മേടിക്കും. നല്ല ക്വാളിറ്റി ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് കിട്ടും. പിന്നെ സ്റ്റുഡൻ്റ് ആയിട്ട് വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ കുറച്ച് മണി സേവിങ് ഓപ്ഷനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ലിഡിൽ, ആൽഡി, അതുപോലെ ആസ്റ്റ തുടങ്ങിയ ഷോപ്സ് ആയിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ best choice. When we talk about other expenses, the expenses like broadband, so usually you'll get broadband for around 30 pound, quality one, but I have a tip in that. If you call the customer care, the price will be cheaper than what you see actually on the internet. If you are coming to UK for the first time and if you don't have a very good phone, you can buy a phone on contract. When I say contract, it includes your mobile phone, your SIM card and your monthly internet, and you have to pay around 45 pound for that.
and the contract lasts for 2 years. At the end of the contract, the phone will be yours. If you have a phone and if you need only SIM card, you have to pay around £15 to get a good plan. In UK, if you want to watch TV at home, you need to pay TV license. It will be very expensive in the first 6 months because you have to pay like double the cost. That's around £30 again. But after 6 months, it becomes like £15 to £20 a month. We have additional subscriptions like Netflix, so we pay around £10 to £11 so we can watch quality videos. If you want to stay healthy and if you are the person who always goes to gym, you have to consider spending around £25 to £30 a month. So we both go to gym and we spend around £50 a month. So these are all our additional expenses. അടുത്തതായിട്ട് ലെഷ്യർ അഥവാ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഒരു മാസം യു കെയിൽ എത്രത്തോളം ചിലവ് വരും നോക്കാം. ദ മൊമെൻറ്റ് യു സ്റ്റെപ്പ് ഔട്ട് ഫ്രം യുവർ ഹൗസ് ഇറ്റ്സ് ഗോയിങ് ടു ബി എക്സ്പെൻസീവ്. അപ്പോൾ ഒരു മൂവി കാണാനായിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ ഒരു സിംഗിൾ ടിക്കറ്റിന് തന്നെയാവും അറൗണ്ട് £15. സോ നിങ്ങളൊരു കപ്പിളായിട്ടൊക്കെയാണ് പോകുന്നതെങ്കിൽ 2 ടിക്കറ്റ് ചാർജസ് പ്ലസ് ഒരു സ്നാക്സ് ഒക്കെ മേടിക്കുന്ന ചാർജ് ആകുമ്പോഴേക്കും ഇറ്റ് വിൽ കോസ്റ്റ് യു അറൗണ്ട് £40 to £50. ഓക്കെ, ഇനി നിങ്ങൾക്കൊരു തിയേറ്റർ ഡ്രാമ അല്ലെങ്കിൽ ഒരു കോമഡി ഷോ ഇങ്ങനെയൊക്കെയുള്ള ഒരു സെഷന് പോകണമെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ കോസ്റ്റ് യു അറൗണ്ട് £30 വിത്തൗട്ട് ഫുഡ്. ഇനി നിങ്ങൾക്ക് ഒരു ഈറ്റിംഗ് ഔട്ട് എക്സ്പീരിയൻസ് ആണ് വേണ്ടതെങ്കിൽ ഒരു 3 course മീലിന് ഇറ്റ് വിൽ കോസ്റ്റ് യു അറൗണ്ട് £25 to £30 ഒരു സാധാ റെസ്റ്റോറൻ്റ് ആണെങ്കിൽ. അല്ല നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ഫാൻസി ഈറ്റിംഗ് ഔട്ട് ഓപ്ഷനാണ് വേണ്ടതെങ്കിൽ ഒരു ഹൈ ക്ലാസ് അല്ലെങ്കിൽ ഒരു 5 star ഈറ്റിംഗ് ഔട്ട് എക്സ്പീരിയൻസ് ആണ് വേണ്ടെങ്കിൽ ഇറ്റ് വിൽ കോസ്റ്റ് യു അറൗണ്ട് £100 ഓർ എബോവ്. ഇതൊക്കെ കൂടാതെ വരുന്ന ഒരു എക്സ്പെൻസ് ആണ് ഷോപ്പിംഗ്, അല്ലേ? യു കെയിൽ വരുന്ന ആരും ഇവിടെ വന്നിട്ട് ഷോപ്പിങ്ങിന് വേണ്ടി പൈസ പൊട്ടിക്കാതിരിക്കുന്നില്ല. എല്ലാവർക്കും ഷോപ്പിംഗ് ഒത്തിരി ഇഷ്ടമാണ്. സോ പെർ മന്ത് അറൗണ്ട് ഷോപ്പിങ്ങിന് വേണ്ടി മാത്രം ഒരു £150 ഞങ്ങൾ പൊട്ടിക്കുന്നത്. ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡ്സ് അവർ ക്ലോത്ത് ഷോപ്പിംഗ്, അല്ലാതെ നമ്മുടെ പേഴ്സണൽ കെയർ ഐറ്റംസ് എല്ലാം ഉൾപ്പെടുത്തിയാണ് ഈ £150 പെർ മന്ത്. സോ ഒരു മാസത്തെ നമ്മുടെ ടോട്ടൽ എക്സ്പെൻസിന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫോർ റെൻറ്റ് £1000, ഫോർ ഹൗസ് ഇൻഷുറൻസ് അറൗണ്ട് £16, ഫോർ ഗ്രോസറി നിയർലി £250, ഫോർ കൗൺസിൽ ടാക്സ് £150, electricity £175, water £37, phone bill £30, TV license £30, gym subscription £50, eating out £100, movie £50, for travel £300, and for miscellaneous shopping £150. And all together നമുക്ക് ചിലവാവുന്ന മണി £2,458. അതായത് നാട്ടിലെ ഒരു 2,37,000 സംതിങ് ഇന്ത്യൻ റുപ്പിയാണ് വരുന്നത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ലിവിങ് ഇൻ ലണ്ടൻ ക്യാൻ ബി ഹൗ മച്ച് എക്സ്പെൻസീവ് എന്ന്. സോ ഈ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ലണ്ടനിലെ അല്ലെങ്കിൽ യു കെയിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് സിറ്റീസിലെ കോസ്റ്റ് ഓഫ് ലിവിങ് മാത്രമാണ്. ഇനി ഈ കോസ്റ്റ് ഓഫ് ലിവിങ്ങിനെ അഫോർഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് സാലറി തന്നെ വേണം, അല്ലേ? സോ എങ്ങനെയാണ് യു കെയിലെ ഒരു ഗുഡ് എമൗണ്ട് ഓഫ് സാലറി നിങ്ങൾക്ക് കിട്ടുന്നത്, എങ്ങനെയാണ് നിങ്ങൾക്ക് ഓൺ ടോപ്പ് ഓഫ് സാലറി കുറച്ചുകൂടെ അധികം പൈസ സമ്പാദിക്കാൻ പറ്റുന്നത്, ഇതെല്ലാം ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത വീഡിയോയിലൂടെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതാണ്. സോ സ്റ്റേ ട്യൂൺ, കീപ് വാച്ചിങ്. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നവരെ ഒത്തിരി സ്നേഹത്തോടെ അരുണും